പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ലൂയിസ് 9-ാമൻ രാജാവ് ഫ്രാൻസ് ഭരിക്കുന്ന കാലം. അദ്ദേഹം ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. തൻ്റെ കൊട്ടാരത്തിൽ ചാപ്പലിൽ ദിവ്യകാരുണ്യം പരസ്യ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം സ്വകാര്യ കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ഒരു രാജസേവകൻ ഓടി വന്ന് പറഞ്ഞു, ഇതാ ദിവ്യകാരുണ്യത്തിൽ ഉണ്ണിയേശുവിനെ കാണുന്നു. രാജാവ് തൻ്റെ എഴുത്ത് തുടർന്നു. വീണ്ടും അത് ആവർത്തിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ദിവ്യകാരുണ്യത്തിൽ യേശു ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ജോലി തുടർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ദിവ്യകാരുണ്യ ഭക്തി അനേകരിൽ വളർത്തുവാൻ കാരണമാകട്ടെ. നമുക്ക് ശിരസ് നമിക്കാം, ദിവ്യകാരുണ്യത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി.